ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഇറച്ചിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇറച്ചിക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് ഇറച്ചിയും ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. പള്ളികളിലൊക്കെ നിന്ന് ലഭിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇറച്ചിയുടെ മസാല തയ്യാറാക്കുന്നതിന് മുന്നേ കഞ്ഞിയാണ് വെക്കാനുള്ളത്. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് മസാലകൾ ചേർത്ത് കഞ്ഞി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വറുത്ത ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിർബന്ധമില്ല, വറുക്കാത്ത ഉലുവയിലും കുഴപ്പമില്ല. ഒരു ചെറിയ ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. അതിനി മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഞാനൊരു ചെറിയ ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ചുക്ക്, നമ്മുടെ ചുക്ക്, ഇഞ്ചി ഉണക്കിയെടുത്ത ചുക്കുണ്ടല്ലോ, ആ ചുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. ഈ കഞ്ഞിയുടെ നിർബന്ധമായിട്ടുള്ളൊരിതാണ് ചുക്ക്. ചുക്കൊന്ന് പൊടിച്ചെടുത്തതാണ് ഞാൻ, കല്ലിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുത്താണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. 2 ടേബിൾ സ്പൂണോളം ചുക്ക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി, 2 പീസ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്താണ് ഇതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ സാധാരണ നോമ്പ് കഞ്ഞിയിൽ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്, ഇത് ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വയണയില ഉണക്കിയത്, അതുപോലെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ചേർക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് 2 കാരറ്റ്, ഇതുപോലെ ഒരു മുളക് ഇതുപോലെ നെടുകെ കീറിയത്, ഒരു 10-15 ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി ഒന്ന് വയ്ക്കുക. പിന്നെ ഞാൻ ഇത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു കുക്കറിലോട്ട് കുക്കർ ഒന്ന് ചൂടായ ഉടനെ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. കഞ്ഞിക്ക് എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതിലോട്ട് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മസാലയ്ക്കുള്ള എണ്ണ മാത്രം ചേർത്താൽ മതിയാകും. ഇത് നമ്മൾ പള്ളിയിൽ വയ്ക്കുന്ന കഞ്ഞിക്കൊക്കെ നിറച്ചും എണ്ണ ചേർത്താണ് അവർ വയ്ക്കുന്നത്. അതനുസരിച്ചുള്ള ടേസ്റ്റും കാണും. ഈ എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കളർ വരുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ കാരറ്റ് കുറച്ച് വലിപ്പം കൂട്ടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് അത് നൈസായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നൈസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. കുറച്ച് വലിപ്പം കൂട്ടിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോഴേ ഈ അരിയുമായിട്ട് വെന്ത് അത് ഒരു മീഡിയം ലെവലിൽ കിട്ടത്തുള്ളൂ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓരോന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്തിയെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കൂടുതൽ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്താൽ മാത്രമേ നമ്മുടെ മസാല കഞ്ഞി, ഇറച്ചിക്കഞ്ഞി നല്ല രീതിയിൽ നല്ല ഒരു മണവും ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം അടുപ്പിച്ച് കുരുമുളക് ചതയ്ക്കൊന്നും ചെയ്തിട്ടില്ല, മുഴുവനെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഞ്ഞിക്ക് ഇടയ്ക്കൊന്ന് ഇത് കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ കാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇത് ഇത്രയും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരുന്ന കളറിൻ്റെ ആവശ്യമില്ല. ഇതിലോട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചതുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് നല്ല മഷി പോലെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കഴുകി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിയും ഉലുവയായിട്ട് കഴുകി നല്ല വൃത്തിയായി കഴുകിയതാണ്, ഒന്ന് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, സാധാരണ പച്ചവെള്ളം ചേർത്തിട്ടില്ല. ചൂടുവെള്ളം നമുക്ക് ആവശ്യത്തിന് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അരിയല്ലേ, പിന്നെ കുക്കറിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് നല്ലൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും.
കുറച്ച് 3-4 ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി നല്ലതുപോലെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. ഇത് ഒരു നല്ല അരി വെന്ത അരിയിലോട്ടാണ് നമ്മൾ ഇറച്ചി മസാല ചേർത്ത് അതും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞി, അതായത് അരി ഒട്ടും തന്നെ കാണാത്ത രീതിയിൽ നമുക്ക് കഞ്ഞി തയ്യാറാകുമ്പോൾ കിട്ടേണ്ടതാണ്. അത്രയ്ക്കും വേണ്ടി വേവിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മൾ കുക്കറിൽ ഇതുപോലെയും വേവിക്കുന്നുണ്ട്, ഇറച്ചിയും കൂടെ ചേർത്തും അതിൽ വേവിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിനി കുക്കർ അടച്ച് ഒരു 3 വിസിൽ, തീ നല്ല ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചാണ് ഇതിൽ വിസിൽ കേൾപ്പിക്കുന്നത്. എന്നിട്ട് ഒന്ന് അടുപ്പ് അണച്ചിടുക. അത് വേകുന്ന സമയത്തിന് നമുക്ക് ഇറച്ചി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണ്. അത് ഒരു വലിയ ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇറച്ചി മസാല തയ്യാറാക്കാൻ വേണ്ടി കടുക് നിർബന്ധമാണ്. നമ്മൾ ഈ പള്ളിയിലൊക്കെ കിട്ടുന്ന കഞ്ഞിയിൽ കടുകൊക്കെ നിർബന്ധമായി അവർ ചേർക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് കുറച്ച് ഏലക്കയും ഞാൻ കുറച്ച് നട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ ചതച്ചെടുത്തതാണ്. അതും ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കരിഞ്ഞൊന്നും പോകത്തില്ല. ഇതേ ഇതിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഞാനിവിടെ ഇറച്ചിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ: ഒരു 2 ടൊമാറ്റോ, കുറച്ചധികം ചെറിയ ഉള്ളി, 10-20 ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി ഒന്ന് നല്ല ഒരു മൊരിഞ്ഞ് വരണ രൂപത്തിൽ ആക്കിയെടുക്കണം. അത് ആകുന്നതുവരെ ഒന്ന് വശക്കി കൊടുക്കുക. കളറ് നല്ല മാറിയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ്, കരിഞ്ഞു പോകാതെ നോക്കുക. ഇതുപോലെ ഇത് തന്നെ മതിയാകും. ഇനി ഇതിലോട്ട് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയുള്ള മസാലകൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇറച്ചി നിങ്ങൾക്ക് ഇല്ലാതെയും ഇതേ രീതിയിൽ തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് ഇറച്ചി എടുത്തിട്ടുണ്ട്. ഒരു 250-300 ഗ്രാം അടുപ്പിച്ചുണ്ട്. കുറച്ച് വലിയ പീസാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഏതിറച്ചിയും എടുക്കാവുന്നതാണ്. പിന്നെ ഇത് 2 ടൊമാറ്റോ, ഒരു പച്ചമുളക് നെടുകെ കീറിയത്. ഇത് ഇത്രയും കൂടെ ഉണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഈ ടൊമാറ്റോയും നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് പിച്ചിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, മുഴുവനെ തന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് മുഴുവനെ തന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് 1/4 ടേബിൾ സ്പൂണൊന്നുമില്ല, അതിനേക്കാൾ കുറച്ച്. അതുപോലെ നമ്മുടെ ഇറച്ചി ഏതാണ്ട് 250-300 ഗ്രാമിന് അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ അതിന് കണക്കാക്കിയ മസാലകൾ വേണം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് പെരിഞ്ജീരക പൊടിയാണ്. പെരുംജീരകപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതുപോലെ നിറച്ചും എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ടേബിൾ സ്പൂണാണ്, അതുകൊണ്ടാണ് നിറച്ചെടുത്തത്. പിന്നെ നമുക്ക് ഒരു പേരിനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ എരിവും കൂടെ വേണമല്ലോ, ഇറച്ചിയൊക്കെ ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിർബന്ധമില്ല. ഇത് എങ്ങനെയൊക്കെ തയ്യാറാക്കി വന്നാലും കളറിന് മാറ്റം വന്നാലും നമ്മുടെ ഇതിന് ഭയങ്കരപ്പെട്ട എരി കാണില്ല ഈ കഞ്ഞി തയ്യാറാക്കി എടുക്കുമ്പോൾ. പിന്നെ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലി ചേർത്താലും മതിയാകും. ഇത് പള്ളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൊടികളൊക്കെ പിന്നെ പൊടിച്ചെടുക്കാതെ അതെല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചാണ് അവർ ചേർക്കുന്നത്. നമ്മളിപ്പോൾ പൊടികളാണ് എളുപ്പത്തിന് ഇതിലോട്ട് ചേർക്കുന്നത്. പിന്നെ ഇതിനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇറച്ചി വേകാൻ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് വേണം ഇതിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
അടപ്പുകൊണ്ട് അടച്ച് നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ മസാല ഇതുപോലെ തന്നെ ഇതിൽ കിടന്നൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ 3 വിസിൽ ആയതിനു ശേഷം കഞ്ഞി ആകുന്നത് വരെ ഇതിലോട്ട് കിടക്കട്ടെ. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ടൊന്ന് കിടന്ന് മിക്സ് ആകട്ടെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില, ഇത് ഓപ്ഷനിലാണ്. മല്ലിയില, കറിവേപ്പില ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ മസാല കഞ്ഞി, ഇറച്ചി കഞ്ഞി, അതിന് ഇതൊക്കെ ചേർത്താൽ തന്നെയാണ് നമ്മുടെ ആ കഞ്ഞിക്ക് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ കിട്ടുക. പിന്നെ ഇത് ദാണ്ടെ നമ്മുടെ കുക്കറിലോട്ട് ഞാൻ വിസിലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്, എന്നാലും ഇത് നല്ല ചൂടായി നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടപ്പൊന്ന് എടുത്ത് മാറ്റാം. അതെ, അത് നല്ല വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇപ്പോൾ തന്നെ ഏതാണ്ട് കഞ്ഞിയുടെ ഒരു പരുവം ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിൽ വേഗം ഇനിയും അത് ബാലൻസ് ഉണ്ട്. കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ നല്ല വെന്ത് നല്ല വെള്ളമായിട്ടിരിക്കുന്ന രൂപത്തിലുള്ളതാണ്. അത് നമ്മൾ പള്ളിയിൽ കിട്ടുന്നതായിരുന്നാലും നമ്മുടെ സാധാരണ നോമ്പ് കഞ്ഞിയായാലും വേകുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് ഞാൻ നല്ല തിളച്ച ഒരു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു വലിയൊരു ചെമ്പ്, ഒരു ഇടത്തരം ചെമ്പിലോട്ട് ഞാനത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടിക്ക് ഇരിക്കാൻ പാടില്ല. നമുക്കിനി കുറച്ച് ഇറച്ചി മസാലയും കൂടെയൊക്കെ ചേർത്ത് ഇതിലിട്ട് വേണം ഇനി നമുക്കത് നല്ലതുപോലെ വേവിച്ചെടുക്കാൻ. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത് ഇത്രയും മതിയാകും. നമ്മുടെ ഇറച്ചി മസാല ദാണ്ടേ കുറേയൊക്കെ ഒന്ന് പുരട്ടി എടുത്തതുപോലെയൊക്കെ. പക്ഷേ ഈ ഇറച്ചി ഒട്ടും തന്നെ വെന്തിട്ടില്ല. നമ്മൾ വേകാൻ വേണ്ടി ഉള്ള വെള്ളം ചേർത്തിട്ടില്ല, അതിനുള്ള തീയും കൊടുത്തിട്ടില്ല. അതുപോലെ ഇനി ഇത് ഇത്രയും മതിയാകും. ഇതിനെ ഈ മസാലയെ നമുക്ക് ഈ ഇറച്ചി കുക്കറിലോട്ട് നമുക്കതിലെ മസാല കംപ്ലീറ്റും ഈ ഇറച്ചി ഈ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരുമിച്ചിട്ട് യോജിപ്പിച്ചാണ് ഇതിനെ നമ്മളിനി മസാല കഞ്ഞിയാക്കി തയ്യാറാക്കി എടുക്കുന്നത്. മുഴുവൻ മസാലയും ഞാൻ ഇതിലോട്ട് ഇറച്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി വെള്ളം ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിക്കുക. ഉപ്പ് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇറച്ചി മസാല മൊത്തം അതിൽ ചേർത്തതിന് ശേഷം ഇപ്പം തന്നെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഇറച്ചി നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ഇത് വെന്ത് കിട്ടുമ്പോൾ നല്ല മസാല കഞ്ഞിയുടെ കളറിലോട്ട് മാറി കിട്ടുന്നതാണ്. ഇത് ഇനി ഇറച്ചി വേകുമ്പോൾ ഇറച്ചിക്കൊരു കളറുണ്ടല്ലോ, ആ കളറൊന്ന് ആകുന്നതായിരിക്കും. ഇത് ഏത് ഇറച്ചിയിലും നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇറച്ചി ഇല്ലാതെയും ഇത് തയ്യാറാക്കിയെടുക്കാം ഇതേ രീതിയിൽ. അതിനും ടേസ്റ്റ് വ്യത്യാസമൊന്നും വലുതായിട്ട്. പിന്നെ നമുക്ക് ഇറച്ചി ചേർക്കുമ്പോൾ ഇറച്ചിയുടെ ഒരു മണവും ഇറച്ചി പീസുകൾ നമ്മളെടുത്ത് കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണിയുടെ ഒരു മണമാണ് ഈ ഇറച്ചിക്കഞ്ഞി തയ്യാറാകുമ്പോൾ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ ഇതിന് നല്ല ഒരു മണം കിട്ടുന്നതായിരിക്കും, നല്ല ടേസ്റ്റും കിട്ടും. നെയ്യല്ലേ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് അതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇനി നമ്മുടെ ഇറച്ചി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് ഏതാണ്ട് ഒരു 2 വിസിൽ മതിയാകും. നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതാണ്. ഇപ്പോൾ തന്നെ കുക്കർ നല്ല തിളയ്ക്കുന്നുണ്ട്, ഒന്ന് നല്ല നെരിങ്ങിയാണ് ഇരിക്കുന്നത്. ഇതിന് വെന്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുവരെ ഒരു 2 വിസിലാകുന്നതുവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. 2 വിസിലിന് ശേഷം ഞാനിത് ഓഫാക്കി ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. ആ സമയം ആ തിളയോടുകൂടി കുറച്ചുകൂടി വേഗം കണക്കാക്കി അതങ്ങനെ ഇട്ടേക്കായിരുന്നു. ഇനി ഇത് നല്ല വെന്തിട്ടുണ്ട്. ഇത് തുറന്നപ്പോൾ നല്ല മണമാണ്. ഇത് അതുപോലെ നിറഞ്ഞിട്ടുമുണ്ട് വെന്ത്. ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് ഇളക്കി കാണിക്കാം. കഞ്ഞി ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല മണമാണ്, ഇവിടെ നിന്ന് നിൽക്കാൻ വയ്യ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കഞ്ഞി, നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഞാൻ ഇറച്ചി പീസുകളൊക്കെ ഇതുപോലെയൊക്കെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എടുത്ത് നമുക്കൊരു ബൗളിലോട്ടൊക്കെ ആക്കി ടേസ്റ്റി ആയിട്ട് കഴിക്കാം. നോമ്പ് തുറക്കാൻ ഏതാണ്ട് സമയമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തയ്യാറാക്കിയ ഈ ഇറച്ചിക്കഞ്ഞി, മസാലക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും വെച്ച് നോക്കുക. ഒരു നോമ്പിന് ഈ സ്പെഷ്യൽ കഞ്ഞി വെച്ച് തയ്യാറാക്കി കഴിക്കാൻ നോക്കുക.
ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇടാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.